പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു പുതിയ വിശുദ്ധനെക്കുറിച്ചാണ്. പറക്കും വിശുദ്ധൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിശുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധനെക്കുറിച്ചാണ് നാം ഇന്ന് കേൾക്കുന്നത്. വിശുദ്ധ ജോസഫ് കൂപ്പർട്ടീനോ. അദ്ദേഹം ജനിക്കുന്നത് 1603 ആണ്. അദ്ദേഹത്തിൻ്റെ ജനനത്തിന് വളരെയേറെ പ്രത്യേകതകളുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഫ്രാൻസിസ് അസീസിയുടേത് കേട്ടതുപോലെ ക്രിസ്തുവിൻ്റേതുപോലെ ഉള്ള ഒരു ജനനം തന്നെയായിരുന്നു വിശുദ്ധ ജോസഫ് കൂപ്പർട്ടീനോയ്ക്കും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് പ്രസവവേദന വന്നപ്പോൾ സാഹചര്യങ്ങൾ കാരണം അദ്ദേഹത്തെ ഒരു കുതിരാലയത്തിലാണ് പ്രസവിക്കുന്നത്. പരിശുദ്ധ അമ്മ ഗർഭിണിയായപ്പോൾ ഉണ്ണീശോയെ ഒരു കാലിത്തൊഴുത്തിലാണ് പ്രസവിച്ചത്. അതുപോലെ തന്നെ സമാനമായ ഒരു രീതിയായിരുന്നു, ഏറ്റവും എളിയ അവസ്ഥയിലായിരുന്നു വിശുദ്ധ ജോസഫ് കൂപ്പർട്ടീനോ ജനിക്കുന്നത്. ജോസഫിന് വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു ശിശു ആയിരുന്നു. അദ്ദേഹത്തിന് നല്ല ദൈവഭക്തിയിലാണ് വളർന്നതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മറവി വളരെ പ്രസിദ്ധമാണ്. ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിന് ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് മറക്കുന്ന ഒരു സ്വഭാവം ജോസഫിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും സമൂഹത്തിലും എല്ലാം ആൾക്കാർ അദ്ദേഹത്തെ മണ്ടൻ എന്നൊക്കെ വിളിച്ചിരുന്നു. മണ്ടൻ എന്നും വാപുളിയൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇരട്ടപ്പേര് ഉണ്ടായിരുന്നത്. പലപ്പോഴും തൻ്റെ അമ്മ പാടുപെട്ട് ജോലിയൊക്കെ ചെയ്ത് ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം പോലും കഴിക്കാനായി ജോസഫ് കൂപ്പർട്ടീനോ മറന്നു പോയിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്രയേറെ അസ്വസ്ഥതകൾ ജോസഫിൻ്റെ അമ്മയ്ക്ക് ജോസഫ് കൊടുത്തിട്ടുണ്ട്. പഠനത്തിലും വളരെ പിന്നോക്കമായിരുന്നു, വളരെ മോശമായിരുന്നു പഠിക്കാനായിട്ട്. ഏകദേശം ഒരു 8 വയസ്സായപ്പോൾ മുതൽ ജോസഫിൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവങ്ങൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കുമ്പോൾ പെട്ടെന്ന് സ്വപ്ന ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങി. ഇങ്ങനെ സ്വപ്ന ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും ഒരു ഉന്മാദ അവസ്ഥയിലാകുന്നു. മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാകുന്ന ഒരു സിറ്റുവേഷൻ ജോസഫിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പലർക്കും കാണുമ്പോഴത്തേക്കും പലർക്കും ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. സമൂഹത്തിൽ നിന്നൊക്കെ വളരെ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നു ജോസഫ് നയിച്ചത്. അങ്ങനെ ജോസഫിൻ്റെ അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ജോസഫിനെ ഒരു വൈദികനായി കാണണമെന്നുള്ളത്. പക്ഷേ ജോസഫ് പഠനത്തിൽ വളരെ മോശമായിരുന്നത് കൊണ്ട് തന്നെ അത് സാധിക്കുമായിരുന്നില്ല. എന്നിരുന്നാലും ജോസഫിൻ്റെ അമ്മയും ജോസഫൊക്കെ അവിടെ പല വൈദിക ആശ്രമങ്ങളിലും ഒന്ന് മുട്ടി നോക്കി ഇതിനുള്ള ഒരു എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നറിയാൻ വേണ്ടി. അങ്ങനെ ഫ്രാൻസിസ്കൻ സഭയിലെത്തുന്നു. അവിടെ ചെന്ന് ആദ്യം ഒന്ന് പരിശ്രമിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ വൈദിക വിദ്യാർത്ഥിയായിട്ട് സ്വീകരിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ ജോസഫ് പഠനത്തിൽ മണ്ടനായിരുന്നു എന്നുള്ള കാര്യം അവിടെയുള്ള ആശ്രമാധികാരികൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ വാതിലുകൾ ജോസഫിൻ്റെ മുമ്പിൽ അടയപ്പെട്ടു. അങ്ങനെ വീണ്ടും ജോസഫ് തിരിച്ച് വീട്ടിൽ വരുന്നു. വീണ്ടും അമ്മയുടെ കയ്യിൽ നിന്ന് ആവശ്യമായ ശകാരങ്ങളൊക്കെ കേട്ടാണ് ജോസഫ് അവിടെ കഴിച്ചു കൂട്ടുന്നത്. പിന്നീട് ഈ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ തന്നെ ജോസഫിനെ അവർ പിന്നെ കന്നുകാലികളെ നോക്കാനുള്ള ഒരു ജോലിക്കായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോസഫ് ആ ജോലിക്ക് അവിടെ കയറുന്നു. പക്ഷേ അവിടെ ആയിരുന്നപ്പോൾ മുതൽ ജോസഫിൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കൂടുതൽ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ധ്യാനിക്കാനും ഒക്കെ ജോസഫ് തുടങ്ങി. ആർക്കും അറിയില്ല എങ്ങനെയാണ് ജോസഫിന് ഇത്ര വലിയൊരു ദൈവിക ദർശനങ്ങൾ അല്ലെങ്കിൽ ദൈവഭക്തിയൊക്കെ ഉണ്ടായി തുടങ്ങിയെന്ന്. ലോകം മുഴുവന് അദ്ദേഹത്തിന് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുമ്പോഴും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനുള്ള ആ ഒരു ഒരു സ്വഭാവ സവിശേഷത ജോസഫിനുണ്ടായിരുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറി ജീവിക്കാനുള്ള ഒരു പ്രേരണയാണ് നമ്മൾക്ക് സാധാരണ ഉണ്ടാവുക. പക്ഷേ ജോസഫ് അങ്ങനെ ആയിരുന്നില്ല. ജോസഫ് കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പരിശ്രമിച്ചു, കൂടുതൽ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. അങ്ങനെ തൻ്റെ ചുറ്റും നടക്കുന്ന ഒരു കാര്യം ജോസഫിനെ ബാധിച്ചിട്ടില്ല. നമ്മളുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവങ്ങളുണ്ടാകുമ്പോൾ നമ്മൾക്ക് ദൈവത്തിലേക്ക് തിരിയാനായിട്ട് ജോസഫിൻ്റെ മാതൃക സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ജോസഫ് ഈ ഒരു ആശ്രമത്തിൽ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോസഫിലുള്ള ഈ ഒരു സ്വഭാവ സവിശേഷതകൾ ആശ്രമത്തിലെ അധികാരികൾ തിരിച്ചറിയുന്നു.
ഈ പ്രത്യേകത എന്താണ് ഇദ്ദേഹത്തിലുള്ള പ്രത്യേകത എന്ന് അവർ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നു, കൂടുതൽ ഉപവസിക്കുന്നു, കൂടുതൽ ധ്യാനിക്കുന്നു. അപ്പോൾ ഈ കുട്ടിയിൽ എന്തൊക്കെയോ ഒരു ദൈവിക ചൈതന്യമുണ്ടെന്ന് ആശ്രമാധികാരികൾ തിരിച്ചറിയുന്നു. അങ്ങനെ ഈ ഫ്രാൻസിസ്കൻ സഭാധികാരികൾ ജോസഫിന് വൈദിക വിദ്യാർത്ഥിയായിട്ട് സ്വീകരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ 1628 ജോസഫ് വൈദിക പട്ടം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇദ്ദേഹം വിദ്യാർത്ഥികളുടെ മധ്യസ്ഥനാണെന്ന്. പഠനത്തിൽ മോശമായിട്ടുള്ള കുട്ടികൾക്കൊക്കെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോ. അതിൻ്റെ പിന്നിലെ ഒരു പ്രധാന കഥ ഇങ്ങനെയാണ്. ജോസഫിന് പുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനഃപ്പാഠമാക്കി പഠിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ വൈദിക വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് വൈദികനാകണമെങ്കിൽ അദ്ദേഹത്തിന് നന്നായി പഠിച്ചാലേ പറ്റൂ. പക്ഷേ ആ പരീക്ഷ, പ്രധാന പരീക്ഷയുടെ ദിവസം, വൈദികനാകാനുള്ള ആ ഒരു പ്രധാന പരീക്ഷയുടെ ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ ഒരു ഓറൽ എക്സാമിന് ചോദിച്ച ചോദ്യം അദ്ദേഹം പഠിച്ച ഭാഗത്തു നിന്നുള്ളതല്ലായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉന്മാദ അവസ്ഥയിൽ അദ്ദേഹമായി തീരുകയാണ്. പെട്ടെന്നൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. അദ്ദേഹം വായുവിൽ നിന്ന് ഇങ്ങനെ പറക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. അതൊരു ദൈവിക ഇടപെടലിൽ സംഭവിക്കുന്നതാണ്. ചില മുമ്പും ഇതുപോലെ പല മിസ്റ്റിക്കുകൾക്കും സെയിൻസ് തന്നെ മിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അവർ ഇതുപോലെ കൂടുതൽ ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ അവർ വായുവിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥ, അത് വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സാം നടക്കുന്ന സമയം ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുകയാണ്. ഇത് കണ്ട് ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിനും പെട്ടെന്ന് ഇത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ വൈദിക വിദ്യാർത്ഥിയിലുള്ള ആ ഒരു ദൈവിക ചൈതന്യം തിരിച്ചറിയുന്നു. ആ പരീക്ഷയിൽ വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോ ജയിക്കുകയാണ്, വൈദിക പട്ടം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പരീക്ഷയിലൊക്കെ പലപ്പോഴും നമ്മൾ ടെൻഷൻ ആകാറുണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് മറന്നു പോകുക. നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആ ടേബിളിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ മറന്നു പോകും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഈ ജോസഫ് കൂപ്പർത്തീനോയുടെ മധ്യസ്ഥ അയച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഈ മറവി സ്വഭാവമൊക്കെ മാറിക്കിട്ടാനായിട്ട് നമ്മൾക്ക് വിശുദ്ധൻ്റെ മധ്യസ്ഥം വളരെയേറെ സഹായകമാകും. അങ്ങനെ വൈദികനായ ശേഷം വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോ കുറേ കൂടി മുമ്പത്തേനേക്കാൾ അധികമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയിലാകുന്ന സമയങ്ങളിലെല്ലാം ഇതുപോലെ വായുവിൽ പറന്ന് നടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടെയുള്ള പരിസരവാസികൾക്കും ആശ്രമത്തിലുള്ള എല്ലാവർക്കും ഇത് കണ്ടിട്ടുണ്ട്, എല്ലാവരും ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ദൈവികമായൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നാലും മതി, അദ്ദേഹം പെട്ടെന്ന് വായുവിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പറക്കും വിശുദ്ധനെന്ന് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ഒരു സംഭവം ഇങ്ങനെയാണ് പറയുന്നത്. ഒരിക്കൽ അദ്ദേഹം കുറച്ച് ആട്ടിടയന്മാരെ ക്രിസ്മസ് സമയത്ത് ആശ്രമത്തിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അവർ കാരൽ സിംഗിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കരോൾ പാട്ട് പാടുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് ആ ഒരു ദൈവിക ചിന്ത വരികയും അദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് ഉയർന്നു പൊങ്ങി ആൾത്താരയിലേക്ക് ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും അവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന ഒരു സംഭവമാണ്. ഇത് കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇദ്ദേഹം പറന്ന് ആൾത്താരയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവിടെ മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പലപ്പോഴും എല്ലാവരും പേടിച്ചു പോകും, തീ പിടിക്കുമോ എന്ന്. കാര്യം മെഴുകുതിരിയൊക്കെ ഇരിക്കുന്നതല്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ തീ പിടിക്കുമോ എന്നുള്ള ഒരാശങ്ക എല്ലാവർക്കും, അവിടെ നോക്കി നിൽക്കുന്ന പലർക്കും പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്തുകൂടെ പോയാൽ പോലും, അതിൻ്റെ മുകളിൽ കൂടെ പോയാലും അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാറില്ല. ചിലപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ, ഈ ഒരു അവസ്ഥയിൽ കുറച്ചധികം മണിക്കൂറുകൾ വരെ, ചില സമയങ്ങളിൽ 6-7 മണിക്കൂറുകൾ വരെ ഇങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കാറുണ്ട്. മുട്ടുകൾ മടക്കി കൈകൾ വിരിച്ച് അദ്ദേഹം പ്രാർത്ഥനാ അവസ്ഥയിൽ തന്നെ വായുവിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല അനുഭവങ്ങളും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം ദൈവിക ചിന്ത ഉണ്ടായാലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കേട്ടാലും മതി, അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ഉന്മാദ അവസ്ഥ ഉണ്ടാകാറുണ്ട്. മറ്റൊരു സംഭവം ഇങ്ങനെ പറയുന്നത്, ഒരിക്കൽ അദ്ദേഹം പുറത്ത് നിൽക്കുമ്പോൾ ഒരു ആൾ വന്നിട്ട് പറയാണ്,
ഫാദർ എത്രയോ മനോഹരമായിട്ടാണ് ദൈവം സ്വർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. ഇത് കേട്ട മാത്രയിൽ പെട്ടെന്ന് ജോസഫിന് സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരികയും പുറത്താണ് നിൽക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹം അടുത്തുള്ള ഒരു ഒലിവ് മരത്തിൻ്റെ മുകളിൽ പോയി ഉയർന്നു പൊങ്ങി അവിടെ ഇരിക്കുകയാണ്. അവിടെ അദ്ദേഹം മുട്ടുകൾ മടക്കി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനാവസ്ഥയിൽ ഏതാനും മണിക്കൂറുകൾ അവിടെ കഴിയുകയാണ്. പക്ഷേ അവിടെ കണ്ടുകൊണ്ട് നിന്നവർ പറയുക, ഇദ്ദേഹം ആ മരത്തിൻ്റെ ചില്ലയിലായിരുന്നെങ്കിൽ പോലും ഒരു മനുഷ്യൻ ഒരു ചില്ലയിൽ കയറി എന്തായിരിക്കും, അതിൻ്റെ ചില്ലകൾ ഇങ്ങനെ താഴ്ന്നിരിക്കും. പക്ഷേ ജോസഫ് കൂപ്പർത്തീനോ അവിടെ ആയിരിക്കുമ്പോൾ ചില്ലകൾക്ക് ഒട്ടും തന്നെ ഭാരം തോന്നിച്ചില്ല എന്നുള്ളതാണ്. ഒരു കിളി വന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ അത്രയും ലൈറ്റായിട്ടുള്ള ഒരു വസ്തു, ഒരു വെയിറ്റ് ഇല്ലാത്ത ഒരു എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാലുള്ള പോലെ ആ ചില്ലകൾ ആടാനും കാറ്റിൽ ആടാനൊക്കെ തുടങ്ങി. അങ്ങനെ വളരെ നമുക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരം മിസ്റ്റിക്കൽ എക്സ്പീരിയൻസുകൾ, അതായത് വായുവിൽ പറക്കുന്ന പോലെയുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം വിശുദ്ധ കുർബാന നടത്തുന്ന സമയങ്ങളിൽ വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ സമയങ്ങളിലുള്ള ഒരു പ്രത്യേകത ഇങ്ങനെയായിരുന്നു. ചിലപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് വെച്ചായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലെ വലിയൊരു ദൈവിക ഇടപെടൽ പോലെ ഒരു ദൈവികാനുഭവം എന്തെങ്കിലും ഉണ്ടാകുന്നത്. ആ സമയത്ത് അദ്ദേഹം വായിൽ നിന്ന് ഉയർന്നു പൊങ്ങി ആൾത്താരയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ കുറച്ച് സമയം, എത്രയെങ്കിലും സമയം കഴിഞ്ഞിട്ടായിരിക്കും അദ്ദേഹം തിരിച്ച് മടങ്ങി വരുന്നത്, താഴോട്ട് ഇറങ്ങുന്നത്. പക്ഷേ ആ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം കുർബാന എവിടെ വച്ചാണോ നിർത്തിയത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം തുടർന്നു കൊണ്ട് പോകാനായിട്ട് സാധിച്ചിരുന്നു. അത് എങ്ങനെയായിരുന്നെന്ന് ആർക്കും അറിയില്ല. അതൊരു വലിയൊരു അത്ഭുതമായിട്ട് നിന്നിരുന്നവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ഒരു പറക്കുന്നൊരു വിശുദ്ധൻ ഉള്ളത് കൊണ്ട് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ദൂരസ്ഥലങ്ങളിലേക്കും ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ പേര് പുറത്തോട്ടൊക്കെ അറിയാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ആൾക്കാർ ഈ ആശ്രമം സന്ദർശിക്കാനായി തുടങ്ങി. അങ്ങനെ ആൾക്കാരുടെ ഒരു സന്ദർശനത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആശ്രമ അധികാരികൾ തീരുമാനിച്ചു അദ്ദേഹത്തിന് തൽക്കാലം ഇവിടെ നിന്ന് മാറ്റി നിർത്താമെന്ന്. ഞാൻ ഇതിനു മുമ്പും ഇതുപോലെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വിശുദ്ധ കുർബാന ചൊല്ലാനോ അല്ലെങ്കിൽ എല്ലാവരും ഒപ്പം ഭക്ഷണത്തിന് ഇരിക്കാനോ ഒക്കെ വിലക്ക് കൽപ്പിച്ചിരുന്ന കാലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ച് നാൾ അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു കഴിഞ്ഞും ഇങ്ങനത്തെ അനുഭവങ്ങൾ തുടർന്ന് ഇത് കൂടുതലായപ്പോൾ ആശ്രമ അധികാരികൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിന് തൽക്കാലം അവിടെ നിന്ന് വിലക്ക് കൽപ്പിച്ച് അദ്ദേഹത്തെ 1653 അദ്ദേഹത്തെ ഈ ആശ്രമത്തിൽ നിന്നും പയാറ്റോ റോസ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടുത്തെ ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു കപ്പൂച്ചിൻ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ സ്ഥലം മാറ്റം ചെയ്യുകയാണ്. അങ്ങനെ അവിടെ കുറേ നാൾ അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട്. ഒരു സന്ദർശകരെയും അവിടെ ഒന്നും അനുവദിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് 1663 അദ്ദേഹത്തെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ സന്ദർശകരെ അപ്പോഴും അനുവദിച്ചിരുന്നില്ല. ഒറ്റപ്പെട്ട ജീവിതം നയിക്കാൻ തന്നെയായിരുന്നു ആ സമയത്തെയും തീരുമാനം. അങ്ങനെ ഒരു സെപ്റ്റംബർ 18 അദ്ദേഹത്തിന് ഏകദേശം ഒരു 61 വയസ്സായ സമയത്താണ് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയാകുന്നത്. വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എളിമയുള്ള ജീവിതമെല്ലാം നമ്മൾക്ക് ഒരുപാട് മാതൃകയാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിനെക്കുറിച്ച് പറയുമ്പോൾ പലരും സാക്ഷ്യപ്പെടുത്തുന്നത് അദ്ദേഹത്തിന് ഹീലിംഗ് നൽകാൻ, സൗഖ്യപ്പെടുത്താനുള്ള വരമുണ്ടായിരുന്നു. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം വഴിയും പ്രാർത്ഥന വഴിയൊക്കെ ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ലഭിച്ചതായിട്ട് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രവചനവരമുണ്ടായിരുന്നു. പ്രവചനങ്ങൾ ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് കൂടാതെ പിന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും നടക്കുന്ന സംഭവങ്ങളൊക്കെ അദ്ദേഹം പ്രവചിച്ചിരുന്നതായി അന്ന് ജീവിച്ചിരുന്ന ആൾക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മിറക്കുലസ് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയുടേത്. അപ്പോൾ ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ കണ്ടു ഒരുപാട് പേര് അദ്ദേഹത്തെ വാപൊളിയനെന്നും മണ്ടനെന്നും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ഒരു വലിയ യുവത്വത്തിലേക്ക് കടന്നപ്പോഴും വലുതായി കഴിഞ്ഞപ്പോഴും എല്ലാം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരുപാട് മോശം പേരൊക്കെ കേൾക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴൊന്നും അദ്ദേഹത്തിനെ അതൊന്നും ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും സ്വർഗത്തിലായിരുന്നു, ദൈവത്തിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദൃഷ്ടി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രം അദ്ദേഹം എപ്പോഴും ദൈവസ്നേഹത്താൽ ജ്വലിച്ച ആ ഒരു തീക്ഷ്ണതയിലാണ് ഓരോ സമയവും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലോകം
ഒന്നുമല്ല എന്ന് കരുതി മാറ്റി നിർത്തിയ ഒരു വ്യക്തിയെ ഇന്ന് അൾത്താര വണക്കത്തിന് വിശുദ്ധ പദവിയിലേക്ക് ദൈവം ഉയർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ? പലപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ തെറ്റുകളായിരിക്കും ചിലപ്പം മറ്റുള്ളവർ വലുതായി കാണിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തി മാറി നിൽക്കാറുണ്ട്. ചിലപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പോലും മടി കാണിച്ച് നമ്മൾ മാറി നിൽക്കാറുണ്ട് അല്ലേ? നമുക്ക് എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ കൊള്ളരുതാത്തതാണ് എന്നൊക്കെ അവരുടെ വാക്ക് വിശ്വസിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയെ പോലെ നമ്മുടെ ദൃഷ്ടികൾ സ്വർഗത്തിലാക്കാൻ നമ്മളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ജ്വലിക്കട്ടെ. എന്നെ സൃഷ്ടിച്ച പിതാവായ ദൈവം എന്നെ എങ്ങനെ കാണുന്നു ആ രീതിയിൽ തന്നെ എനിക്ക് എന്നെ കാണാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുത്തുവാനായി സാധിക്കും. 1767 ആണ് വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയെ ക്ലെമന്റ് 13 മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നത്. വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയ്ക്ക് ഉണ്ടായതുപോലെ ഇതുപോലെ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, ഇങ്ങനെ പറക്കുന്ന അനുഭവം മറ്റ് പല വിശുദ്ധർക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലരാണ് വിശുദ്ധ ബെനഡിക്റ്റ്, ഈജിപ്തിലെ വിശുദ്ധ മേരി, ഹംഗറിയിലെ മാർഗരറ്റ്, സ്റ്റീഫൻ എന്നിവരൊക്കെ ഇങ്ങനെ ഇത്തരം മിസ്റ്റിക്കൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണ്. ഇവരെയെല്ലാം നയിച്ചത് ഒറ്റ ഒരു കാര്യമാണ്, ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്നൊരു ഹൃദയം. അവരുടെ എല്ലാം ഫോക്കസ് എപ്പോഴും ദൈവത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം അനുഭവങ്ങളും അവരുടെ ലൈഫിൽ ഫിസിക്കൽ ആയിട്ടും ഇതുപോലെ ദൈവത്തെ അനുഭവിക്കാനായിട്ട് അതിൻ്റെ ഒരു അടയാളങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മൾക്ക് ഇവരിൽ നിന്നെല്ലാം പഠിക്കാൻ സാധിക്കുന്നത് എന്താണ്? നമുക്കും ദൈവത്തിൻ്റെ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം നമ്മൾക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. വിശുദ്ധ ജോസഫ് കൂപ്പർത്തീനോയെ എല്ലാവരും ഒരു മണ്ടനായിട്ടാണ് മുദ്ര കുത്തിയിരുന്നത്. എങ്കിൽ പോലും നമ്മൾ കണ്ടു അദ്ദേഹം അതിലൊന്നും ശ്രദ്ധ പതിപ്പിച്ചിരുന്നില്ല എന്ന്. അദ്ദേഹം അങ്ങനെ ലോകത്തിൻ്റേതായിട്ടുള്ള ജ്ഞാനവും അറിവൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അദ്ദേഹത്തിന് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അത് വിവരിക്കാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പലരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോഴും അദ്ദേഹം അതിലോട്ടൊന്നും ശ്രദ്ധ തിരിക്കുന്നില്ല. ദൈവത്തിലാണ് ശ്രദ്ധ. അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഇതാണ്, മറ്റുള്ളവർ എന്ത് നമ്മളെ പറഞ്ഞാൽ പോലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമ്മളെ ഫോളോ ചെയ്തോളും. കർത്താവിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായും ബാക്കിയുള്ളത് നമ്മൾ ലോകത്തിൽ അന്വേഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ പേരാണെങ്കിലും പ്രശസ്തിയാണെങ്കിലും അതെല്ലാം പിന്നെ താനെ വന്നോളും. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ സ്വർഗീയ പിതാവിനറിയാം. അപ്പോൾ അവിടുത്തെ ഹിതം അന്വേഷിച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായും നമ്മൾക്ക് ആവശ്യമായത് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മൾക്ക് ഉറപ്പായും നൽകുകയും ചെയ്യും.